അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, അന്ന് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, ഇന്ന് നവംബർ മാസം 29-ാം തീയതി വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ നിയോഗങ്ങളാണ് വെക്കേണ്ടത്. ഇന്ന് നിങ്ങൾ ഇന്നത്തെ ഉത്തരവാദിത്തങ്ങൾ, കർത്താവിൻ്റെ സഹായം ആവശ്യമായുള്ള എല്ലാ മേഖലകളും, യാത്രകൾ, സംരംഭങ്ങൾ, ചർച്ചകൾ, രോഗസൗഖ്യം, ജോലി, വീട്, വിവാഹം, വഴി, വിസ, ഇങ്ങനെ എന്തെല്ലാമാണ് എൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളത് ആ മേഖലകൾ. ഇനി വേണ്ടത്ര ഭക്തിയോ വിശ്വാസമോ തോന്നണില്ല എന്നുണ്ടെങ്കിൽ തോന്നണില്ല എന്ന് ദൈവത്തോട് പറയണം. അങ്ങനെ പറഞ്ഞാൽ ആ വിശ്വാസം നമ്മളെ വർദ്ധിപ്പിച്ച് ദൈവം തരും. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് അതീവ പ്രസരിപ്പോടെ ഈ പൊന്നുഷസിനെ നിന്റെ നാവ് വിളിച്ച് അപേക്ഷിക്കാൻ ഇടയാക്കിയതിൻ്റെ കരുണയാണെന്ന് ഞങ്ങൾ കരുതുന്നു. കർത്താവ് നിന്റെ അവകാശം ഓഹരിമാകുന്ന തിരുസഭയുടെ കരുണയായിരിക്കണം. അങ്ങയുടെ മക്കൾ നെഞ്ചിലും മുദ്ര വാങ്ങിച്ചിട്ടുള്ള വിശ്വാസത്തിന് മുദ്ര വാങ്ങിച്ചിട്ട് അങ്ങയുടെ മക്കൾ നമ്മുടെ ശിരസുക്കളെ അങ്ങയുടെ തിരുസന്നിധിയിൽ കൈകൾ കുപ്പി നിൽക്കുന്ന ഈ പ്രഭാതത്തിലെ നിന്റെ തിരുമുറുവാർന്ന വലതുകരം മക്കളുടെ ശിരസിൽ കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. അവിടെ യാത്രകൾ, എൻ്റെ കാലുകൾ മലയാളികളുടെ കരുത്ത് നൽകണമെന്ന് പ്രാർത്ഥിച്ചതുപോലെ കർത്താവ് മക്കളുടെ സഞ്ചാരം, ഇന്നത്തെ യാത്ര എവിടെയെല്ലാമാണോ ആരെല്ലാം കണ്ടുമുട്ടുന്നു, പോകുന്ന വഴികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, കണ്ടുമുട്ടുന്ന വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഉപയോഗിക്കുന്ന വാഹനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ, കർത്താവ് ഞങ്ങളുടെ അശ്രദ്ധയിലും ഞങ്ങളുടെ പലതരത്തിലുള്ള മിസ്സിംഗ് ആയിട്ടുള്ള സമയങ്ങളെല്ലാം കർത്താവ് നിൻ്റെ പ്രത്യേക പരിപാലന ഞങ്ങൾക്കുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾ ആവശ്യിക്കട്ടെ. നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ എല്ലാം പരിശുദ്ധാത്മാ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിന് കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളെ ചുഴന്ന് നിൽക്കട്ടെ. എൻ്റെ കർത്താവ് അവിചാരിതമായ കാരണങ്ങൾ, ആകസ്മിക സങ്കടങ്ങൾ, ഞങ്ങളുടെ അവകാശം ഒക്കെ ജനങ്ങൾ നിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ തിരുത്തത്തിൻ്റെ ശക്തിയെ സംരക്ഷിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ രോഗപീഠകളെ കർത്താവ് ഏറ്റെടുക്കട്ടെ. നീ കഴിക്കുന്ന മരുന്നുകൾ
നീ ഡെയിലി കഴിക്കുന്ന, തുടർച്ചയായി കഴിച്ചുകൊണ്ടേയിരിക്കുന്ന മരുന്നുകൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ നിൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നിൻ്റെ വലിയ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ. ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും, പേശികളിലും, അസ്ഥിക്കുഴകളിലും, ശരീരകോശങ്ങളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ നിൻ്റെ ജീവസന്ധാന മാർഗങ്ങൾ, ജോലിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ, നഷ്ടപ്പെട്ട ജോലി, ജീവിതത്തിൻ്റെ തകർച്ചകൾ, ഭാര്യഭർത്താക്കന്മാരെ വിഘടിച്ചും ഭിന്നിച്ചും ഇരിക്കുന്ന അവസ്ഥകൾ, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥനകളായി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. മക്കളില്ലാത്തവരെ കർത്താവെ, ഉള്ള മക്കൾക്ക് രോഗമായി പോയവർ, മക്കളോടെ മാസങ്ങളായി ആശുപത്രിയിലായവർ, മക്കളുടെ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാത്തവർ, ഗർഭത്തെ ശിശുക്കളുടെ എല്ലാവിധ അനുമോമനികളും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ തൊഴിൽ മേഖലകൾ, അധ്വാന മേഖലകൾ, ധനസമ്പാദന മേഖലകളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിൻ്റെ ഭീതികൾ, ആധികൾ, വ്യാധികൾ യേശുക്രിസ്തു നാമം നീങ്ങിപ്പോകട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബി ഹീൽഡ്.